നമസ്കാരം. ഇസ്രായേൽ-ഇറാൻ സംഘർഷം തുടരുന്നത് ബ്രന്റ് ക്രൂഡിൻ്റെ വില റെക്കോർഡ് ഹൈയിലേക്ക് ഉയരുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വില 13% വർദ്ധിച്ച് $82 പെർ ബാരൽ എന്ന ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെട്ടത് മൂലമാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നു എന്നറിയിച്ചിട്ടില്ല എങ്കിലും ഇതുവഴി കടന്നു പോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് മുകളിൽ ഇറാൻ ആക്രമണം നടത്തിയത് മൂലം ഷിപ്പ് ഓണേഴ്സ് ഇതുവഴിയുള്ള വ്യാപാരം നിർത്തിവെക്കുകയായിരുന്നു. ഈയൊരു ആക്ഷൻ മൂലം കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് എണ്ണയുടെ വില ഉയർന്നു. 2025 ജനുവരി മാസത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണ വിലയാണ് കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്യുകയും ചെയ്തത്. ഇതുകൂടാതെ ഇറാൻ്റെ നേവിയെ അമേരിക്ക ആക്രമിക്കുന്നതും ഇറാൻ്റെ 9ഓളം ഷിപ്പുകളെ അമേരിക്ക ആക്രമിച്ചു മുക്കി എന്നുള്ള അപ്ഡേറ്റ് വന്നതും സമുദ്രത്തിലൂടെയുള്ള എണ്ണ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ആശങ്ക ഉയർത്തുകയും ചെയ്യുന്ന പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഇതും ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഈ ഒരു ആക്ഷനെതിരെയുള്ള റിട്ടാലിയേറ്റ് ആക്ഷൻ എന്ന നിലയിൽ സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് എമിറേറ്റ്സ്, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസിൽ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഗ്ലോബൽ മാർക്കറ്റിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുകയും ക്രൂഡിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന ഫാക്റ്റുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. റീസെൻ്റ്ലി നടന്ന ഒപെക് പ്ലസ് മീറ്റിങ്ങിൽ ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ അടുത്ത മാസം മുതൽ 2,06,000 ബാരൽ പെർ ഡേ എന്ന ലെവലിലേക്ക് ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റിൽ ഇറാനിയൻ ഓയിലിൻ്റെ അഭാവം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കും. കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ ഓയിലിൻ്റെ ഗ്ലോബൽ സപ്ലൈയുടെ 3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇത് ക്രൂഡിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്തുന്നത് ക്രൂഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കുകയും ഇതുവഴി ക്രൂഡിൻ്റെ വില വർദ്ധിക്കാനും ഇൻഫ്ലേഷണറി പ്രഷർ ഇന്ത്യൻ മാർക്കറ്റ് പോലുള്ള ഡെവലപ്പിംഗ് മാർക്കറ്റുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവിനോടൊപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഡിക്കേഷൻസും സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ്. അതേസമയം വളരെ ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുക 25,050 എന്ന ലെവലാണ്. 25,050 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 24,750 വരെ മാർക്കറ്റ് ഇടിയാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ചില ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ സെയിൽസ് റിപ്പോർട്ട്. ഈ സെയിൽസ് റിപ്പോർട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല. FMCG, ടെക്സ്റ്റൈൽ, ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള സെക്ടറുകളിലൊക്കെ ഇന്ന് സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുമുണ്ട്. കാരണം സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസിൻ്റെ പശ്ചാത്തലത്തിൽ. ഇനി ഫെബ്രുവരി മാസത്തെ ചില കമ്പനികളുടെ പ്രധാനപ്പെട്ട സെയിൽസ് റിപ്പോർട്ട് ഒന്ന് മനസ്സിലാക്കാം. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 12% വർദ്ധിച്ച് 66,134 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എക്സ്പോർട്ട് 24% വർദ്ധിച്ച് 13,727 യൂണിറ്റിലേക്ക് എത്തുകയും ഡൊമസ്റ്റിക് സെയിൽസ് 10% വർദ്ധിച്ച് 52,407 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഹ്യുണ്ടായി മോട്ടോഴ്സ് അതിൻ്റെ മികച്ച ഒരു സെയിൽസാണ് ഫെബ്രുവരി മാസത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ടോട്ടൽ സെയിൽസ് 43% വർദ്ധിച്ച് 3,88,068 യൂണിറ്റിൽ നിന്നും 5,58,216 യൂണിറ്റിലേക്ക് എത്തി. ഡൊമസ്റ്റിക് സെയിൽസ് 48% വർദ്ധിച്ച് 3,57,296 യൂണിറ്റിൽ നിന്നും 5,16,968 യൂണിറ്റിലേക്ക് എത്തുകയും എക്സ്പോർട്ട് 35% വർദ്ധിച്ച് 30,772 യൂണിറ്റിൽ നിന്നും 41,248 യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ സെയിൽസ് 11% വർദ്ധിച്ച് 90,670 യൂണിറ്റിൽ നിന്നും 1,95,000 യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ 350 cc മുകളിലുള്ള എഞ്ചിൻ കപ്പാസിറ്റിയുള്ള മോഡൽസിൻ്റെ സെയിൽസിൽ 14% ഇടിവ് വരികയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസ് 32% വർദ്ധിച്ച് 32,533 യൂണിറ്റിൽ നിന്നും 42,940 യൂണിറ്റിലേക്ക് എത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസ് 32.8% ഉയരുകയും എക്സ്പോർട്ട് 17% ഉയരുകയും ചെയ്തു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ടോട്ടൽ സെയിൽസ് 18% വർദ്ധിച്ച് 82,319 നിന്നും 97,177 യൂണിറ്റിലേക്ക് എത്തി. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 19% വർദ്ധിച്ച് 50,420 യൂണിറ്റിൽ നിന്നും 60,018 യൂണിറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി പരിചയപ്പെടാം. ഒന്ന് ഭാരതി എയർടെൽ എന്ന കമ്പനി ഗൂഗിളുമായി ചേർന്ന് ഒരു സെക്യൂർ മെസ്സേജിംഗ് എക്സ്പീരിയൻസ് ഭാരതി എയർടെലിൻ്റെ കസ്റ്റമേഴ്സിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതി എയർടെൽ എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്.
ഭാരത് ഇലക്ട്രോണിക്സ് എന്ന കമ്പനി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 1700 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂയുള്ള ഒരു പ്രോജക്റ്റ് കമ്പനി ചെന്നൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എലിഗൻസ് ഇൻറ്റീരിയർ എന്ന കമ്പനിക്ക് ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർഗനൈസേഷനിൽ നിന്നും 122 കോടി രൂപയുടെ ഇൻറ്റീരിയർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റാളേഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എലിഗൻസ് ഇൻറ്റീരിയർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് വിശാൽ മെഗാമാർട്ടാണ്. വിശാൽ മെഗാമാർട്ടിൻ്റെ പ്രൊമോട്ടർ കമ്പനിയുടെ 14% സ്റ്റേക്കുകൾ 117 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓഫ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിശാൽ മെഗാമാർട്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ക്ലീൻ മാക്സ് എൻവ്യോർ എനർജി സൊല്യൂഷൻസ്, ശ്രീരാം ടിക്സ് തുടങ്ങിയ 2 കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നുണ്ട്. ഈ സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്